വ്യക്തത വേണം. നമുക്കിനി പോകേണ്ടത് കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്കാണ്. തിരുവനന്തപുരത്തെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ സിനോജ് തോമസിനോട് ചോദിക്കാം, കോഴിക്കോട്ടും ഇതേ രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെയാണോ? നമ്മൾ സംസ്ഥാനത്തെമ്പാടുമുള്ള റാൻഡമായി നമ്മൾ പിക്ക് ചെയ്ത ആശുപത്രികളാണ്. അതിൽ എന്താണ് നിലവിലെ സാഹചര്യം എന്നുള്ളത് നമ്മൾ തത്സമയമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കോഴിക്കോട് കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നിന്ന് സിനോജ് തോമസ് തയ്യാറാണ്. ഗുഡ് ഈവനിങ് സിനോജ് തോമസ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന രീതിയാണ് SIT ആശുപത്രിയിലായാലും തൈക്കാട് ആശുപത്രിക്ക് മുന്നിലായാലും ഒക്കെ നമ്മൾ കാണുന്നത്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലും വലിയ ബുദ്ധിമുട്ടാണെന്ന് അവിടെയുള്ളവർ പറയുന്നു. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും അതുപോലെ കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലുമൊക്കെ മതിയായ സംവിധാനങ്ങളുണ്ടോ, അതോ ഇതേ അവസ്ഥ തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള അവസ്ഥയാണോ അവിടെയും? സുജയപാർവതി, ഗുഡ് ഈവനിങ്. അതായത് ചെറിയൊരു മാറ്റം കോഴിക്കോടുണ്ട്. കോഴിക്കോട് ആനയുണ്ട്, പക്ഷേ തോട്ടിയില്ല. അതായത് കോഴിക്കോട് നഗരത്തിൽ പ്രധാനമായും 3 സർക്കാർ മേഖലയിലെ ആശുപത്രികളാണുള്ളത്. ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ്, 2 ബീച്ച് ജനറൽ ആശുപത്രി, 3 ഞാൻ നിൽക്കുന്ന ഈ കോട്ടപ്പറമ്പിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്കാനിങ് യൂണിറ്റ് ഉണ്ട്, സ്കാനിങ് യന്ത്രമുണ്ട്. അത് 75 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് സ്കാനിങ് യന്ത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആന ഇവിടെയുണ്ട്, അത് നിയന്ത്രിക്കേണ്ട ജീവനക്കാരില്ല എന്നതാണ് വസ്തുത. ഇവിടെ എത്തുന്ന രോഗികളെ മുഴുവൻ പറഞ്ഞയക്കുന്നത്, ക്യാമറ ഇവിടേക്ക് തിരിച്ചാൽ കാണാം, ഇവിടെ നിന്ന് രോഗികൾ, അതായത് ഗർഭിണികളും കുട്ടികളുമാണ് ഇവിടെ വരുന്നത്. അവരൊക്കെ തന്നെ ഇവിടെ വന്ന് OP ടിക്കറ്റ് എടുത്ത ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഈ ഗേറ്റ് കടന്ന് നേരെ ഈ കാണുന്ന വാഹനങ്ങൾ അതിവേഗതയിൽ നീങ്ങിപ്പോകുന്ന 2 വരി പാത കടന്ന് ഇതിൻ്റെ എതിർവശം കാണുന്ന സ്വകാര്യ ലാബിലേക്ക് പോകണം. ആ ലാബുമായിട്ടാണ് ഈ ആശുപത്രി അധികൃതർ, അതായത് ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് റേഡിയോളജിസ്റ്റ് നമ്മൾ പറയും, അതായത് 2 തരത്തിൽ റേഡിയോളജിസ്റ്റ് ഉണ്ട്. ഒന്ന് റേഡിയോ തെറാപ്പിസ്റ്റ് ആണ്. ആ റേഡിയോ തെറാപ്പിസ്റ്റ് ഈ ആശുപത്രിയിലുണ്ട്. അതായത് ക്യാൻസർ രോഗത്തിന് ഉൾപ്പെടെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന റേഡിയോ തെറാപ്പിസ്റ്റ് ഈ ആശുപത്രിയിലുണ്ട്. എന്തിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ, ഗർഭിണികൾ വരുന്ന ആശുപത്രിയിൽ അങ്ങനെ തെറാപ്പിസ്റ്റ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിന് അതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പകരം ഇവിടെ വേണ്ടത് റേഡിയോ ഡയഗ്നോസിസ്റ്റ് ആണ് ഇവിടെ വേണ്ടത്. ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇവിടെ ഇല്ല, അങ്ങനെ ഒരു ജീവനക്കാരനോ ഇവിടെ ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സിനോജ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ റേഡിയോ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തത് ആരെങ്കിലും വേണ്ടപ്പെട്ടവരെ നിയമിക്കുന്നതിന് വേണ്ടിയാണോ? കാരണം ഞാൻ നോക്കുമ്പോൾ ബീച്ച് ജനറൽ ആശുപത്രിയിലും റേഡിയോ ഡയഗ്നോസിസ്റ്റ് ഇല്ല. സ്കാനിങ്ങിന് ഇവരെല്ലാം പോകേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. പിന്നെ എന്തിനാണ് ഈ ആശുപത്രികളിലേക്ക് ഗർഭിണികൾ എത്തുമ്പോൾ അവരെ ഇങ്ങനെ ദുരിതത്തിലാക്കുന്നത്? അവർ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളിലേക്ക് പോകട്ടെ എന്ന ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ കൃത്യമായി തസ്തികയിൽ വേണ്ടയാളെ നിയമിക്കാതെ തെറാപ്പിസ്റ്റിനെ കൊണ്ടുവയ്ക്കുന്നത്? സുജയപാർവതി, ആ കാര്യത്തിലും ഞാൻ വിശദീകരണം തേടിയിരുന്നു. ആ സമയത്ത് ആരോഗ്യ മേഖലയിലെ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിരുന്നത് സോണോളജിസ്റ്റ് അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റായിരുന്നു. അത് 2 വർഷം മുൻപ് പ്രത്യേക ഉത്തരവിറക്കിക്കൊണ്ട് അതിനെ റേഡിയോ തെറാപ്പിസ്റ്റ്, റേഡിയോ ഡയഗ്നോസിസ്റ്റ് എന്ന രീതിയിലാക്കി. അങ്ങനെ ഉത്തരവിറങ്ങിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഏതൊക്കെ ആശുപത്രികളിൽ ഇവരെ വിന്യസിക്കണമെന്നൊരു ഉത്തരവ് ഇതുവരെ ആരോഗ്യവകുപ്പ് ഇറക്കിയിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് വേണ്ടാത്ത സ്ഥലത്ത് ഉപയോഗമില്ലാത്ത ഒരു ജീവനക്കാരനെ നിർത്തുന്നു. ബീച്ച് ആശുപത്രിയിലെ ഈ റേഡിയോ തെറാപ്പിസ്റ്റിനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ്, ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതാണ്, അവിടെ ഉപകാരപ്പെടുന്നതാണ്. പക്ഷേ അവിടേക്ക് വിടാതെ തൊട്ട് ഒരു കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ കോട്ടപ്പറമ്പ് ആശുപത്രിയിലാണ് അവരെ നിയമിച്ചിരിക്കുന്നത്. ആർക്കും ഉപകാരപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെയുള്ള നാട്ടുകാരുണ്ട്, ഇത് കാഷ്വാലിറ്റി ഉള്ള ഒരു ആശുപത്രിയാണ്. ഇവിടെ ഇപ്പോൾ ആരെയാണ് ചികിത്സിക്കേണ്ടത്? അവിടെയുള്ള ആളുകളോട് ചോദിക്കും. ഇതിപ്പോൾ ഈ സംവിധാനത്തെ ചികിത്സിക്കേണ്ടി വരുമല്ലോ. അത് ഈ നാട്ടുകാർ തന്നെ പറയാം. ആരെയാണ് ചികിത്സിക്കേണ്ടത്? ഇപ്പം ആരോഗ്യവകുപ്പിനെയാണോ, ഇവിടെയുള്ള ജീവനക്കാരെയാണോ, അല്ലെങ്കിൽ ജനങ്ങളെയാണോ? ആരോഗ്യവകുപ്പിനെയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ കോഴിക്കോട് ചികിത്സ നൽകേണ്ടത് എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. കാരണം എല്ലാ ജില്ലകളിലും ഇതിന് വേണ്ട സജ്ജീകരണം ഇല്ലാതെ പോയി. പക്ഷേ ഞങ്ങളുടെ ജില്ലയിൽ പ്രത്യേകതയുണ്ട്. ഈ ജില്ലയിൽ എല്ലാ എക്യുപ്മെൻസുകളും എല്ലാ സജ്ജീകരണങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടും വേണ്ടത്ര രീതിയിലുള്ള സ്റ്റാഫ് സൗകര്യം ഇവിടെ ഒരുക്കാത്തതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസം. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഹോസ്പിറ്റലിന് തൊട്ട് മുന്നിൽ തന്നെയുള്ള ഈ ലാബുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ട ആളുകൾ വരുന്ന സമയത്ത് വൈകിട്ടായ കൊണ്ട് രാവിലെ ആണെങ്കിൽ അവിടെ OP നടക്കുമ്പോൾ രോഗികൾ ഇഷ്ടമാരുണ്ട്. റോഡ് ക്രോസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം, ഗർഭിണികളായ സ്ത്രീകൾ അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ യൂത്ത് ലീഗിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ കോഴിക്കോട് നമുക്ക് ഒരു ആലപ്പുഴ ആവർത്തിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഇവിടുത്തെ സൂപ്രണ്ടിനോട് ഈ വിവരം പറയാനുള്ളത്, പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാര മാർഗം ഉണ്ടായിട്ടില്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ സമരമായിട്ടുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ്. ബീച്ച് ആശുപത്രിയിൽ സമാന വിഷയമുണ്ട്. അവിടെ സൗകര്യങ്ങളുണ്ട്, പക്ഷേ ചെയ്യാനുള്ള വിദഗ്ധരില്ല. അവിടെ ഇതേ പേരിൽ തന്നെയാണ്. അവിടെ നമ്മൾ
സമരത്തിലാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെയും സമരത്തിലുണ്ടാകും. പാവപ്പെട്ട സ്ത്രീകളെ ആണ് ഇതെന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലാണ്. പക്ഷേ ഇവിടെ നിന്നുള്ളത് ഇപ്പം ഇതാക്കാൻ ചെയ്യുന്നത് ക്യാൻസർ ചെയ്യേണ്ട ആളുകളാണ് ഇതിന് നിൽക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഇതിന് വേണ്ട ഉപയോഗം തീർച്ചയായും അവർ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സിനോജ് യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും എന്നാണ് പറയുന്നത്. റേഡിയോ തെറാപ്പിസ്റ്റിനെ എന്തിനു നിയമിച്ചു? അവിടെ എന്തുകൊണ്ട് റേഡിയോളജിസ്റ്റ് ഇല്ല, ഡയഗ്നോസിസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന ചോദ്യം. സിനോജ് തുടരുക.